പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരുണയുടെ മഹാതിരുനാൾ ആഘോഷിച്ച് ആ കരുണയുടെ ശക്തിയും അനുഗ്രഹങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന, ഈ കൂട്ടായ്മയിലായിരിക്കുന്ന, പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരുണയിൽ ശരണപ്പെട്ട് അങ്ങയുടെ കരുണയിൽ എപ്പോഴും ആശ്രയിച്ച് ഏതവസ്ഥയിലും കർത്താവെ അങ്ങയുടെ കരുണയുടെ സംരക്ഷണത്തിലായിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനനുസരിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കി അങ്ങയുടെ കരുണയുടെ പ്രവൃത്തികൾ ഞങ്ങളിലും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിലും പ്രകടമാക്കി കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകം ആ വിധത്തില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദിവസത്തില് കർത്താവ് ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, പരീക്ഷകളെ അനുഗ്രഹിക്കണമേ, ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ മക്കളെ കാത്തു സൂക്ഷിക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിന്ന് പ്രത്യേകം ആ വിധത്തില് നമ്മുടെ മക്കളുടെ പരീക്ഷാ വിജയത്തിനു വേണ്ടി നമ്മളിന്ന് ദൈവകരുണയില് ശരണപ്പെട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ ഒത്തിരിയേറെ പേര് പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മുടെ മക്കളുടെ ഇവാലുവേഷൻ നീതിയോടെ ദൈവകരുണയാലും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിലാലും നയിക്കപ്പെടണം. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കള് ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞ് ജീവിക്കണം. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ സംരക്ഷണം അറിഞ്ഞു ജീവിക്കണം. അതുകൊണ്ട് കർത്താവെ, അങ്ങയെ അറിയാനും അങ്ങയെ സ്നേഹിക്കാനും അങ്ങയുടെ ശക്തി അനുഭവിക്കാനും ഇടയാകത്തക്ക വിധത്തില് ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില് അങ്ങ് പ്രകടമായിട്ട് ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഒത്തിരി മക്കള് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് കിട്ടാതെ വരുമ്പോ പെട്ടെന്ന് നിരാശപ്പെട്ടു പോകുന്ന മക്കള്, ദൈവത്തിൽ നിന്ന് പോലും അകന്നു പോകുന്ന മക്കള്. സ്വാഭാവികമായിട്ട് നമ്മുടെ മക്കള് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷെ കിട്ടാതെ വരുമ്പോ ഒത്തിരി തകർന്നു പോകുന്ന മക്കൾ സ്വാഭാവികമാണ്. നമുക്കറിയാം, നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി കർത്താവെ, ഞങ്ങളുടെ മക്കളോട് കരുണ കാണിക്കണം, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അങ്ങയിലേക്ക് ചേർത്ത് പിടിക്കത്തക്ക വിധത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും 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 പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം ഞങ്ങളുടെ മക്കളില് പ്രകടമാക്കണമേ എന്ന് നമുക്കിന്ന് തീക്ഷ്ണമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ മക്കൾ. കാരണം നമ്മുടെ മക്കള് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു പഠിച്ചു, പരീക്ഷയിൽ അർഹതപ്പെട്ട ജയം കിട്ടിയില്ലെന്നുണ്ട്, അവരാകെ തകർന്നു. അങ്ങനെ അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തില് ഇന്ന് കർത്താവിന്റെ മുമ്പില് നമ്മളിന്ന് കരുണയുടെ ജപമാല ചൊല്ലി കർത്താവിന്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർദ്ദനെ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് അതിശക്തമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിന്റെ പ്രവൃത്തികള് നമ്മുടെ മക്കളില് നമ്മൾ പ്രകടമാക്കി എടുക്കണം. നമ്മിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ കർത്താവിലുള്ള വിശ്വാസത്തിൽ നമ്മുടെ മക്കള് ആഴപ്പെടണം, ബലപ്പെടണം, സ്ഥിരീകരിക്കപ്പെടണം, ഉറപ്പിക്കപ്പെടണം. മാത്രമല്ല നമ്മുടെ മക്കള് പറഞ്ഞ ചില കാര്യങ്ങൾ അറിയണം. നമ്മുടെ നാളെ മുതല് കർത്താവിന്റെ മക്കള് അറിയേണ്ട ചില കാര്യങ്ങൾ അറിയണം. കഴിഞ്ഞ ദിവസം ഒരമ്മച്ചിയെ വിളിച്ചിട്ട് സങ്കടത്തോടു കൂടി പറയാം, മോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, മിസ്സായി. എവിടെ പോയിന്ന് അറിയില്ല, ഹോസ്റ്റലിൽ പോയിന്ന് പറഞ്ഞു. ഹോസ്റ്റലിൽ വിളിച്ചപ്പോ അവിടെ എത്തിയിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞ് മോള് തിരിച്ചു വന്നു. ഈ അമ്മ
ഇന്ന് ആ മകളെ പേടിച്ച് ജീവിക്കുക, സങ്കടത്തോടു കൂടി വിളിച്ച് കരയുക. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കുഞ്ഞ് എന്ത് അറിഞ്ഞു? ക്രൈസ്തവ യുവാവിന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരവസ്ഥ ഞാൻ പറഞ്ഞു വരിക. നമ്മുടെ മക്കളിൽ നിന്ന് പലതും അറിഞ്ഞിട്ടില്ല. സ്വന്തം ജീവിതത്തെ കുറിച്ച്, ശരീരത്തെ കുറിച്ച്, മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച്, തകർന്നു പോകുന്ന ജീവിതത്തെ കുറിച്ച്, കൃപ നഷ്ടപ്പെട്ട് പിശാച് അടിമപ്പെടുത്തുന്ന ജീവിതത്തെ കുറിച്ച് അറിയാതെ പോകുന്ന അവസ്ഥകളുണ്ട്. അപ്പൊ നമ്മള് ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മക്കള് ചില കാര്യങ്ങൾ അറിഞ്ഞു ജീവിക്കാൻ വേണ്ടി നമ്മള് നാളെ മുതല് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മള് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മക്കളെ ജയിക്കണം. നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി ബ്ലോക്കുകൾ ഞാൻ പറഞ്ഞില്ലേ, ദൈവമക്കളെ തടസ്സപ്പെടുത്താൻ ഒത്തിരിയേറെ പൈശാചിക ശക്തികൾ അവിടെ ജോലി മേഖലകളില്, പരീക്ഷാ മേഖലയില്, അവിടെ ഇന്റർവ്യൂകളില് പല പല തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു ഇന്നലെ ഇന്റർവ്യൂവിന് വേണ്ടി എല്ലാം ഒരുങ്ങി റെഡിയായിട്ടിരിക്കും. ആ സമയത്താണ് പെട്ടെന്ന് അത് ക്യാൻസലായി. അപ്പൊ ആ കൊച്ച് ആകപ്പാടെ സങ്കടം, ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങി അതിനു വേണ്ടി കാത്തിരുന്നിട്ട് ഓഫൊക്കെ എടുത്തിരുന്നിട്ട് ആ സമയം ഇപ്പൊ ഇന്റർവ്യൂ ഇല്ലാന്ന് ആ സമയത്ത് പറയാം ആ കുഞ്ഞിന്റെ അവസ്ഥ. എന്റെ പ്രിയ മക്കളെ, നമ്മുടെ മക്കൾ ആകപ്പാട് തകർന്നു പോകും. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇത് പിശാചിന്റെ കളിയാ. അതിത് പിശാചിന് ചില മേഖലകളിൽ തടസ്സപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ചിലപ്പോ തകർത്ത് കളയാം. വിശ്വാസത്തിൽ നിന്ന്, പ്രാർത്ഥനയിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയാമെന്ന് പിശാചിന് അറിയാം. പക്ഷെ അവിടെയും ശരിക്കും പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾ നമ്മളൊക്കെ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നല്ല നമ്മൾ കണ്ടു. കരുണാനന്തര ജീവിതത്തില് കർത്താവിൽ ശരണപ്പെട്ട് ജീവിക്കണം. പക്ഷെ നമ്മുടെ മക്കളൊക്കെ സാധാരണ മക്കളല്ലേ. അതുകൊണ്ട് നമ്മൾക്ക് അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ ഇന്ന് വിശുദ്ധ കുർബാനയില്, നിത്യാരാധനയില്, കരുണയുടെ ജപമാലയില് പ്രത്യേക നിയോഗം വെച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളെല്ലാവരും ഇന്ന് വിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് നമ്മുടെ കൂട്ടായ്മ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കരുണയുടെ ജപമാല ചൊല്ലി ഇന്ന് 3 മണിക്ക്, ഇന്ന് ഉച്ചയ്ക്ക് 3 മണി മുതൽ 4 മണി വരെയുള്ള കരുണയുടെ മണിക്കൂറിൽ ഈ ഒരു നിയോഗത്തിന് വേണ്ടി നമ്മുടെ മക്കൾ പരീക്ഷയിൽ ജയിക്കണം. നമ്മുടെ മക്കൾ പരീക്ഷയിൽ നന്നായിട്ട് എഴുതണം. ഇന്ന് അനേക മക്കള് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പരീക്ഷയ്ക്ക് ഒരുക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പലവിധ പരീക്ഷകൾ, നഴ്സിംഗിന്റെ, മാസ്റ്റേഴ്സിന്റെ, അതോടൊപ്പം തന്നെ എന്താ പറയുക ACCA അങ്ങനെ ഒത്തിരി പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോടൊപ്പം SSLC പരീക്ഷ, പ്ലസ് 2 പരീക്ഷയ്ക്ക് എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കൾ, നമ്മുടെ എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയുടെ മക്കളെയും മറ്റെല്ലാ മക്കളെയും കർത്താവിന്റെ മഹാകരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും, പ്രത്യേകിച്ചും നമ്മുടെ മക്കളുടെ പരീക്ഷാ വിജയം, ഉന്നതമായി പരീക്ഷ എഴുതാനുള്ള കൃപ, ഇന്റർവ്യൂ, ജോലി, മറ്റെല്ലാ മേഖലകളിലും തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ, ഈ ലോകാരൂപിയെ, ദൈവത്തിന്റെ മക്കളെ തടസ്സപ്പെടുത്തുന്ന ഈ ലോകത്തിന്റെ അധികാരിയെ തകർത്തെറിഞ്ഞുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന മക്കള് ഇന്ന് ഒരു നേരം ഭക്ഷണം വേണ്ടെന്നൊക്കെ വെച്ച് ത്യാഗം ചെയ്ത് നമുക്കൊക്കെ ചെയ്യാം. ത്യാഗം ചെയ്ത് ഒരു നേരത്തെ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് കുറച്ച് സമയമൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മൊബൈലൊക്കെ ഒന്ന് മാറ്റിവെച്ച് കുറച്ച് ത്യാഗം എടുത്ത്, കുറച്ച് സഹനം എടുത്ത് നമുക്ക് കുർബാന അർപ്പിച്ച് ദൈവകരുണയുടെ ജപമാല ചൊല്ലി നമുക്കിന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് വലിയൊരു കൂട്ടായ്മയില് നമ്മുടെ എല്ലാ മക്കളുടെയും വിജയത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും കരുണയുടെ തിരുനാൾ ആഘോഷത്തിന്റെ അടുത്ത ദിവസങ്ങളാണ് നമ്മളൊക്കെ ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ കരുണയോട് ചേർന്ന് ആ തിരുനാളിന്റെ മഹാകരുണ ഒഴുകിയിറങ്ങിയിരിക്കുന്ന ഈ നിലയില്ലാത്ത കരുണക്കടലിൽ നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഈ യോഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ
കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവെ, അങ്ങല്ലാതെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കാൻ ആരുമില്ല. തിന്മയുടെ സ്വാധീനം, ലോകാരൂപി, ഒത്തിരി പ്രലോഭനങ്ങള്, ഒത്തിരി തോൽവികള്, ഒത്തിരി തടസ്സങ്ങള് ഞങ്ങളുടെ മക്കളെ നേരിടുമ്പോ, ഞങ്ങളുടെ മക്കളെ തകർക്കാൻ ശ്രമിക്കുമ്പോ, കർത്താവെ, അങ്ങല്ലാതെ ആരാ ഉള്ളേ ഞങ്ങളുടെ മക്കളെ സഹായിക്കാൻ? നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് യോസേപ്പിതാവിനെ കൂടെ നിർത്തി, വിശുദ്ധ മിഖായേൽ മാലാഖയെ വിളിച്ച് കൂടെ നിർത്തി ദൈവത്തിന്റെ കരുണയിലേക്ക്, സ്വർഗത്തിന്റെ സഹായത്തിലേക്ക്, സ്വർഗത്തിന്റെ സംരക്ഷണത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അടുത്തോളം നമ്മുടെ മക്കളൊക്കെ നിസ്സാരമായ ഫെയ്ത്ത്, വിശ്വാസമുള്ളവരാ. പെട്ടെന്ന് നമ്മുടെ മക്കള് തകർന്നു പോകുന്ന ഒരു പ്രതീതിയാണ്, ഒരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് ഈ ദിവസം അതിനുവേണ്ടി പ്രത്യേകം സമയം ചെലവഴിക്കുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരെയും അച്ഛൻ ക്ഷണിക്കുകയാണ്. ഇന്ന് പ്രത്യേക നിയോഗം, നമ്മുടെ മക്കളുടെ പരീക്ഷാ വിജയം, ഇന്റർവ്യൂ, ജോലി, മറ്റ് മേഖലകളില് നമ്മുടെ മക്കൾ അത് കാണണം. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മക്കൾ കാണണം. അങ്ങനെ നമ്മുടെ മക്കൾ കർത്താവിൽ ഉറച്ച് വിശ്വസിക്കണം. അങ്ങനെ നമ്മുടെ മക്കൾ കർത്താവിന്റെ കൃപയിലും ജീവനിലും വളരണം. ദൈവ കൃപയിലും ദൈവിക ജീവനിലും വളർത്തുന്ന ഉദാശകളിലേക്ക് അടുക്കണം. അങ്ങനെ പ്രാർത്ഥനയിൽ ഈശോയോട് ചേർന്ന് ആ കരുണയുടെ സംരക്ഷണത്തില് നമ്മുടെ മക്കൾ വളരാനും, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് ധാരാളം ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഒപ്പം തന്നെ ഒത്തിരി മക്കൾ വേദനിച്ചിരിക്കും. നമ്മൾ ഇന്നലത്തെ ആ കൊച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, വേദനിക്കുന്ന അവസ്ഥയിൽ ഒത്തിരി അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന കൊച്ച, നമുക്ക് വേണ്ടപ്പെട്ട അടുത്ത് അറിയാവുന്ന കൊച്ചാണ്. പാവം കൊച്ചിനോടൊക്കെ പ്രാർത്ഥിക്കുക. ഇതുപോലെ വേദനിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഒത്തിരി മക്കളുണ്ട്. ഈ കരുണയുടെ നൊവേന ദിവസങ്ങളിലും ഈ ദിവസങ്ങളിലൊക്കെ ആ മക്കൾക്കൊക്കെ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് കരുണ കാണിക്കും, കർത്താവ് ഇടപെടും, കർത്താവ് ശക്തി പ്രകടമാക്കും. നമുക്ക് ഒരു ദിവസം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ ആഹ്വാനം ചെയ്യുകയാണല്ലോ. ഞങ്ങളുടെ കൂട്ടായ്മയില് ഒരുമിച്ചിരുന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾ പരീക്ഷ ജയിക്കാൻ, നന്നായിട്ട് പരീക്ഷ എഴുതാൻ, തടസ്സം കൂടാതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ, ആ മക്കൾക്ക് ജോലി കിട്ടാൻ, കർത്താവേ, ഒരു ലോകാരൂപിക്കോ പിശാചോ തടസ്സപ്പെടുത്താതെ ഞങ്ങളുടെ മക്കൾ ഉന്നത വിജയം പ്രാപിക്കാൻ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് കരം ഉയർത്തി ഇന്നേ ദിനം മുഴുവനും പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസത്തില് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നമ്മുടെ എല്ലാ മക്കളുടെ നിയോഗങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് മടുക്കാതെ, മനം മടുക്കാതെ തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ മക്കൾക്ക് വേണ്ടി നമുക്ക് സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കാം. ഉറപ്പ്, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവ് കൈവിടില്ല മക്കളെ. പ്രത്യാശയോടെ ശരണപ്പെട്ട് കർത്താവിന്റെ കരുണയിൽ നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഇതിൽ പങ്കെടുക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും അതിൻ്റെതായ ഒരു അഭിഷേകത്തിലും കരുത്തിലും കൃപയിലും അനുഗ്രഹത്തിലും ദൈവം നിങ്ങൾ നിറയ്ക്കും. അത് ഉറപ്പാ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛനും വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ വക്കീലുമാരുടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിനിടയിലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് വളരെയേറെ വലുതാണ്. നമ്മുടെ മക്കളെ അനുഗ്രഹിക്കാൻ, നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. നന്ദിയോടെ അമ്മയോട് ചേർന്ന്, യോസേപ്പിതാവിനോട് ചേർന്ന്, തിരു കുടുംബത്തോട് ചേർന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ.